വയനാട് തിരച്ചിലിനുള്ള പ്രത്യേക ദൗത്യസംഘം ഹെലികോപ്റ്ററിൽ മേഖലയിൽ ഇറങ്ങി 6 പേരടങ്ങുന്ന 2 സംഘമായിട്ടാണ് തിരച്ചിൽ. പാറക്കെട്ടുകൾക്കിടയിലും വനത്തിലും തിരച്ചിൽ നടത്തുകയാണ്. അതിനിടെ ചാലിയാറിൽ 2 മൃതദേഹം കണ്ടെത്തിയെന്ന് ആദിവാസികൾ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പും പരിശോധന നടത്തും. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിൽ ഇന്നും ഡ്രോൺ പരിശോധന തുടരുകയാണ്. സെന്നറി ബ്ലോക്ക് കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുക. നിലവിൽ ദുരന്തത്തിൽ 372 പേർ മരിച്ചതായാണ് കണക്കുകൾ. 150-ലേറെ പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. വിവരങ്ങളുമായി മുണ്ടക്കയിൽ നിന്നും അനഘ റീജ ഭരതനാണ് ചേരുന്നത്. അനഘ, ഹെലികോപ്റ്ററിൽ ദൗത്യസംഘം ഇറങ്ങിയതായി മനസ്സിലാക്കുന്നു. പരിശോധന തുടങ്ങിയോ? തീർച്ചയായും സേതുലക്ഷ്മി, നിലവിൽ ഹെലികോപ്റ്ററിൽ നിന്ന് ആളുകൾ ഈ തിരച്ചിൽ നടത്തുന്ന സംഘം നിലവിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. തിരച്ചിലുകളടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ 2 മൃതദേഹങ്ങൾ കണ്ടു എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും തിരച്ചിലുകൾ നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. മുണ്ടക്കയിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നോക്കിയാൽ തന്നെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇന്ന് അന്തരീക്ഷം ശാന്തമാണ്. മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അങ്ങ് ദൂരെ ആ മലമുകളിൽ നിന്നാണ് ഈ ഉരുൾപൊട്ടിയത്. ഈ പ്രദേശത്ത് നോക്കുമ്പോൾ ഇവിടെ വനങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു, മരങ്ങൾ ഉണ്ടായിരുന്നു, തേയിലത്തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നതെല്ലാം നമുക്ക് സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, കള്ളാടിപ്പുഴ ഇപ്പോൾ ശാന്തമായി തന്നെയാണ് നിലവിൽ ഒഴുകുന്നത്. അത്തരത്തിൽ നമ്മൾ കണ്ട ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട ഒരു അന്തരീക്ഷം തീരെ മാറിയിരിക്കുന്നു. ആളുകളെല്ലാം തന്നെ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ആളുകൾ വീടുകളിലേക്ക് തന്നെ മടങ്ങി വന്ന് സാധനങ്ങളടക്കം എടുത്തുകൊണ്ട് പോവുകയാണ്. സാധനങ്ങളും അതുപോലെ തന്നെ വാഹനങ്ങൾ, അതുപോലെ ഈ ചില വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടില്ല. ഈ ചില ഭാഗത്തെ വീടുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ ആ വീടുകളിൽ നിന്നുള്ള രേഖകൾ, മറ്റ് പണങ്ങൾ, അതുപോലെ തന്നെ വാഹനങ്ങളടക്കം ആളുകൾ വന്ന് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. സർവ്വവും തകർന്നെങ്കിലും ചിലതെങ്കിലും ബാക്കി വെച്ചത് അവർ തിരികെ വന്ന് എടുത്തുകൊണ്ടു പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും തിരച്ചിലുകൾ നിലവിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാദൌത്യം തന്നെയാണ് നിലവിൽ ഇത്തരത്തിൽ സൺറൈസ് വാലിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുണ്ടക്കയിലടക്കം നിലവിൽ സന്നദ്ധ പ്രവർത്തകരുടെ അടക്കം നേതൃത്വത്തിൽ ഈ NDRFന്റെയും ഫയർഫോഴ്സിന്റെയും അടക്കം നേതൃത്വത്തിലും ഇപ്പോൾ പരിശോധനകൾ നടക്കുന്നുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസ് പരിസരങ്ങളിലും അടക്കം ഇത്തരത്തിൽ പരിശോധനകൾ വീണ്ടും നടക്കുന്നുണ്ട്. ഏതായാലും മന്ത്രിമാരായ സജി ചെറിയാനടക്കം ഈ സംഭവ സ്ഥലത്ത് നിലവിൽ എത്തിയിട്ടുണ്ട്. 83 കുട്ടികളെയാണ് കാണാതായത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 5 കുട്ടികൾക്ക് മാതാപിതാക്കളെ നഷ്ടമായിട്ടുണ്ട്. ഈ സ്കൂളുകൾ തകർന്ന ഈ മുണ്ടക്കൈ LP സ്കൂൾ പൂർണ്ണമായും തകർന്നിരുന്നു. വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഭാഗികമായും തകർന്നിരുന്നു. ഈ 2 സ്കൂളുകളും പുനർനിർമ്മിക്കുമെന്നും ഈ മന്ത്രിമാർ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന കണക്ക് 296 മരണങ്ങളാണ്. ഇതിൽ 177 പേരെ തിരിച്ചറിഞ്ഞു എന്നും മന്ത്രിമാർ വ്യക്തമാക്കുന്നു. വീട് സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ടൗൺഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ വീടുകളടക്കം നിർമ്മിച്ചു നൽകും എന്നും സർക്കാർ പറയുന്നു. പക്ഷേ എത്ര വീടുകൾ നഷ്ടപ്പെട്ടു എന്നത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന വിവരങ്ങൾ. റേഷൻ കാർഡ് വഴിയും ഉപഗ്രഹ ചിത്രം വഴിയും ഈ പരിശോധനകൾ പൂർത്തിയാക്കും എന്ന് മന്ത്രിമാർ പറയുന്നു. ഏതായാലും മന്ത്രിസഭയുടെ ഒരു ഉപസമിതി നിലവിൽ ഇപ്പോഴും ഈ ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ അതീവ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാദൌത്യം തന്നെയാണ് നിലവിൽ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും 2 മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെത്തിയതായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ മൃതദേഹങ്ങൾ കൂടി ഇത്തരത്തിൽ ഉൾവെള്ളത്തിനുള്ളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. സേതുലക്ഷ്മി, അതുപോലെ തന്നെ അനഘ, ഒരു കാര്യം കൂടി, ഇന്ന് ഈ സൂചിപ്പാറ മുതൽ പോത്തുകൽ വരെയുള്ള ഭാഗങ്ങളിലാണ് തിരച്ചിൽ നടത്തുന്നത് എന്ന് റവന്യൂ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കാരണം പല സ്ഥലങ്ങളിലും ഹെലികോപ്റ്റർ ഇറക്കാൻ സ്ഥലമില്ലെന്നാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രി പറഞ്ഞ ആ ഭാഗങ്ങളിലാണോ പരിശോധന? പുതിയ സാഹചര്യത്തിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി പരിശോധന നീട്ടാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ?
അത്തരത്തിലുള്ളൊരു പദ്ധതികളെ കുറിച്ച് നിലവിൽ മന്ത്രിമാർ വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഈ പ്രദേശങ്ങളിൽ പൂർണ്ണമായും വനപാലക സംഘത്തിന്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെയായിരിക്കും പൂർണ്ണമായും ഇത്തരത്തിൽ പരിശോധനകൾ നടക്കുക. കാരണം ഈ വനമേഖലയാണ്, ഇത്തരത്തിൽ അതീവ ദുഷ്കരമായിട്ടുള്ള ചെങ്കുത്തായ കയറ്റങ്ങളും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ വനപാലക സംഘത്തിന്റെയും അടക്കം നേതൃത്വത്തിലുള്ള ഒരു പരിശോധനകൾ തന്നെയാണ് നിലവിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഹെലികോപ്റ്റർ അടക്കം പല പ്രദേശങ്ങളിലും ലാൻഡ് ചെയ്യുവാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വനപാലക സംഘത്തിന്റെയും ഒരു നേതൃത്വത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾക്കായുള്ള തിരച്ചിലുകൾ നിലവിൽ ഇപ്പോൾ നടത്തുന്നത്. ഈ പ്രദേശത്തേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെ പറ്റിയുള്ള നിലവിലുള്ള പദ്ധതികളെ കുറിച്ചൊന്നും മന്ത്രിമാർ നേരത്തെ സർക്കാർ വൃത്തങ്ങൾ നമ്മളോട് നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. സേതുലക്ഷ്മി.